ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ ഒരു അനുഭവവും പിന്നെ ഒരു കാര്യവും പരിചയപ്പെടുത്താനാണ്. അപ്പോൾ ഞാൻ മുന്നേ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, ഇതിനേലും ബ്ലാക്ക് ആയിരുന്നു, ഭയങ്കര അപകർഷബോധമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, എല്ലാ പൊടിക്കകളും പരീക്ഷിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു അല്ലേ. അപ്പം ഞാൻ ഈ ഒരു രൂപത്തിൽ ആയി എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങളാട്ടോ പറയുന്നത്. ഞാനിപ്പം സുന്ദരിയാണെന്നോ അല്ലെങ്കിൽ വെളുത്തുനിന്നൊന്നും അല്ല പറയുന്നത്. എന്നാൽ എനിക്ക് ഇപ്പം ഒരു മനസ്സിനൊരു സംതൃപ്തി. അപ്പം ഞാൻ എൻ്റെ പഴയ ഫോട്ടോസ് ഞാനിത് ഇവിടെ കൊടുക്കും. അപ്പം ഞാൻ എൻ്റെ ഫസ്റ്റിൽ അതിന് ഹെൽപ്പ് ചെയ്ത് തന്ന കേട്ടോ ഈ കുങ്കുമാതി തൈലം. ഞാൻ രാത്രിയിൽ ഒരു 4 തുള്ളി എടുത്തിട്ട് 4 തുള്ളി മതി, 4 തുള്ളി എടുത്തിട്ട് അത് ചെറിയൊരു ബോട്ടിലിന് 185 രൂപ. അത് ആ ഒരു നമ്മൾ ചെവിയിലൊക്കെ ഒഴിക്കുന്ന മരുന്നില്ലേ, അത്രേ ഉണ്ടാവുള്ളൂ ആ കുപ്പി, അതിനാണ് 185 രൂപ. ഞാൻ അപ്പോൾ അത് തേച്ചിട്ട് കിടക്കും. രാവിലെ ആകുമ്പം പയർ പൊടിയും കൊണ്ട് മുഖം കഴുകും. ശേഷം നമ്മൾ കുളിക്കുന്ന സമയത്തിന് അരമണിക്കൂർ മുന്നേ ദിനേശ വില്യാതി ഓയിൽ തേച്ചിട്ട് അരമണിക്കൂർ കഴിയുമ്പോൾ കഴുകിക്കളയും. ശരീരം മൊത്തം തേക്കുമായിരുന്നു. അപ്പം ഞാൻ ഇതൊക്കെ തേച്ചിട്ട് ഈ പയർ പൊടിയും കൊണ്ട് നമ്മൾ ശരീരമൊക്കെ കുളിക്കുമ്പോണ്ടല്ലോ, നമുക്ക് അത്ര ഒരു തൃപ്തി ആവില്ല. അവിടെ ഇവിടെയൊക്കെ പൊടിയൊക്കെയാണ്, തൃപ്തി വരുന്നില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, കുട്ടികളുടെ സോപ്പില്ലേ അത് യൂസ് ആക്കാൻ തുടങ്ങി. എന്നാലും അതിൽ ചെറിയ കെമിക്കലൊക്കെ ഉണ്ടല്ലോ, പിന്നെ എനിക്കൊരു ഇഷ്ടം വന്നില്ല കേട്ടോ. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ആയുർവേദ ഷോപ്പിൽ നിന്ന് സോപ്പൊക്കെ മേടിച്ചിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. എന്തായാലും ഞാനൊരു കെമിക്കൽ യൂസ് ആക്കൂല എന്നെൻ്റെ മനസ്സിന് ഉറപ്പിച്ച കാര്യമായിരുന്നു. അങ്ങനെ പിന്നെ പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരി ഒരു സോപ്പ് ഒരാളെ പരിചയപ്പെടുത്തി, സോപ്പ്, ആയുർവേദിക് സോപ്പ്. പക്ഷെ അത് ഞാൻ ഉപയോഗിച്ചപ്പോൾ എനിക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു. പിന്നെ ഞാനത് സ്ഥിരം മേടിക്കാൻ തുടങ്ങി. പിന്നീടായപ്പോൾ എനിക്കത് കിട്ടുന്നില്ല. അവർക്കതിന് ഭയങ്കര ബിസിയായി. ഞാൻ ചോദിക്കുന്ന സമയത്തൊന്നും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്ത്, അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു, അതിനെ പഠിക്കാൻ പോയി. പിന്നെ ഞാൻ എനിക്ക് മാത്രം ഞാനത് ഉപയോഗിക്കുമായിരുന്നേ. പിന്നീട് എനിക്ക് അറിയുന്ന ഫ്രണ്ട്സുകൾക്ക് മാത്രം ഞാൻ കൊടുക്കും, ചോദിക്കുന്നവർക്ക് മാത്രം കൊടുക്കും. പിന്നെ എൻ്റെ അയൽവക്കക്കാർ ചോദിക്കാൻ തുടങ്ങി, പിന്നെ എൻ്റെ കൂട്ടുകാർ, പിന്നെ അങ്ങനെ എല്ലാവരും മേടിക്കാൻ തുടങ്ങി. അത്യാവശ്യം എനിക്ക് നല്ല എൻക്വയറി ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു തരുന്നത് ഇതാ സോപ്പ്. ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന സോപ്പ് മഞ്ചിഷ്ട ആര്യവേപ്പ്, ആ ഫ്ലേവർ കേട്ടോ. അതായത് ആര്യവേപ്പ് മുഖക്കുരുവിനും മഞ്ചിഷ്ടം മുഖകാന്തിക്കും വേണ്ടിയിട്ടാണ് യൂസ് ആക്കുന്നത്. അപ്പം നമ്മുടെ സ്കിന്നി ഏത് തരത്തിലാണോ അതിനനുസരിച്ച് ആക്കി തരുന്നതായിരിക്കും. അതായത് മുഖക്കുരു ഉള്ളവർക്കാണെങ്കിൽ അങ്ങനെയുള്ള സോപ്പ്, അതിന് വേണ്ടിയിട്ടുള്ള സോപ്പ്. ഓയിലി സ്കിന്നാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സോപ്പ്. പിന്നെ മുഖകാന്തിക്കാണെങ്കിൽ അതിന് വേണ്ടിയുള്ള സോപ്പ്. അപ്പം അതുമല്ല, പ്രത്യേകിച്ച് വേറെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ കൂട്ടുകളും അടങ്ങിയിട്ടുള്ള ബ്രൈഡൽ സോപ്പ് അങ്ങനെയുണ്ട് കേട്ടോ, എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടുള്ളത്. അപ്പം ഞാൻ പറയുന്നത്, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടൊന്നും റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല. ഞാനൊക്കെ ഉപയോഗിക്കാൻ 2 കൊല്ലമൊക്കെ ആയിട്ടോ ഉപയോഗിച്ചൊക്കെ വരാൻ തുടങ്ങിയിട്ട്. അപ്പോൾ പക്ഷേ ഒരു സമാധാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെമിക്കലല്ല, നമ്മുടെ ശരീരത്തിൽ യാതൊരു ദോഷം ഉണ്ടാവില്ല. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന സോപ്പിന് ഒരു ഗുണവുമില്ല, ദോഷങ്ങൾ മാത്രമേ ഉള്ളൂ. ചെളിയൊക്കെ പോകുന്നുണ്ടായിരിക്കും, പക്ഷേ ഇതിനെക്കൊണ്ട് ഒരു ദോഷം ഉണ്ടാകത്തില്ല, ഗുണം മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വേർഡ് വായിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അത്. അതായത് നമ്മൾ ആരോഗ്യമുള്ള കാലത്ത് പണത്തിന് വേണ്ടിയിട്ട് ആരോഗ്യം കളയുന്നു, പിന്നീട് നമ്മൾ ആരോഗ്യം വീണ്ടെടുക്കാൻ പണം ചിലവാക്കുന്നുവെന്ന്. അപ്പോൾ നമുക്കിത് രണ്ടും വേണ്ടേ, പണവും വേണം, ആരോഗ്യം വേണം, സൗന്ദര്യം വേണം. അപ്പം നമ്മളെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കണം. പിന്നെ കുട്ടികൾക്ക് വേണമെങ്കിൽ അങ്ങനെയുണ്ട് കേട്ടോ സോപ്പ്. അത് ഗോഡ് മിൽക്ക് സോപ്പ്, തേങ്ങാപ്പാൽ സോപ്പ്. ഒരു വിധത്തിൽ കെമിക്കൽ ഇതിന് ഉപയോഗിക്കുന്നില്ല. ഒരു പ്രിസർവേറ്റീവും ഇല്ലാത്തതുകൊണ്ട് തന്നെ വെറും 3 മാസം ഈ സോപ്പ് യൂസ് ആക്കാൻ പറ്റുള്ളൂ. പിന്നീട് ഇതിന് പൂപ്പലൊക്കെ വരുമായിരിക്കും. അപ്പോൾ അത്യാവശ്യം എനിക്ക് നല്ല തിരക്കുള്ള ആളാണ് ഞാൻ പാർലറിൽ പോകുന്നുണ്ട്, പിന്നെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്, എംബ്രോയ്ഡറി വർക്ക് ചെയ്യുന്നുണ്ട്, അങ്ങനെ സൈഡായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതെനിക്ക് ഇഷ്ടം കൊണ്ട് ചെയ്യുന്ന കേട്ടോ. ഇതിനെനിക്ക് വലിയ ലാഭവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്നെപ്പോലെ ഇതുപോലെയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ, അവർക്ക് ഞാനൊരു സപ്പോർട്ട് ചെയ്യുന്നത്രേ ഉള്ളൂ.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചിലർക്കെങ്കിലും ഉപകാരപ്പെടാതിരിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് സോപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തൊരു കുറേ പേരുണ്ട്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം, ലൈക്കും ചെയ്യണം. അപ്പോൾ നിങ്ങളെല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് എൻ്റെ കൂടെ വേണം കേട്ടോ. അപ്പോൾ നല്ല നല്ല വീഡിയോസായിട്ട്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും ടാറ്റാ.